ഇന്നത്തെ ഐറ്റം ഡാലികയിൽ വേര് വന്നു എന്ന് നോക്കാം. ഒരു പ്രാവശ്യം നോക്കി ഫെയിലായി കേട്ടോ. അത് നോക്കിയപ്പോൾ വേര് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം വേര് വന്നിട്ടുണ്ടോ. ഇന്ന് അത്യാവശ്യം വേര് നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇത് ആ കൊണ്ടുവന്ന ഡാലിയിൽ നിന്ന് ഒരു ചെറിയ കമ്പ് കുത്തി വെച്ചതാണ്. ആ കമ്പ് വീണ്ടും ചീത്തായി അതിനെ തന്നെയാണ് ഞാൻ വീണ്ടും കുത്തി വെച്ചത് അതിലേക്ക്, മണ്ണിലേക്ക്. അപ്പോൾ ഇതിനെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും തയ്യാറാക്കി നട്ടതല്ല. അപ്പോൾ ഇത്രത്തോളം വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഐറ്റം ഇതിൻ്റെ ബട്ടർഫ്ലൈ പോലൊരു ചെടി. ഇതിൻ്റെ ലീഫ് നട്ടാൽ പൊടിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലീഫ് നട്ടാലും പൊടിക്കും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇളക്കി നോക്കിയാണ് വേര് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് വേര് പിടിക്കുന്നത്. കുഞ്ഞായിട്ട് ഒരു കുഞ്ഞ് ലീഫ് വന്നിട്ടുണ്ട്. ഉണ്ടോ? കാണാമല്ലോ. ഈ ലീഫ് ഒരു 5 or 6 ലീഫ് ഞാൻ വെച്ചു. പക്ഷേ 2 പിടിച്ചു. 2 അങ്ങനെ നിൽക്കുകയാണ്, ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പിടിച്ചത് കൊണ്ട് ഇനി ഇതിനെ വീണ്ടും ഒന്ന് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അത് ചീത്തയായി പോകും. പഴയ ഡാലികൾ ചീത്തയായി പോയി കേട്ടോ. എനിക്കത് പിടിച്ച് കിട്ടിയില്ല. പിടിച്ച് കിട്ടാത്തതല്ല, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അത് പോയതാണ്. അപ്പോൾ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്കും മിക്സൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നടക്കും കേട്ടോ. ചിലരൊക്കെ നല്ല രീതിയിലൊക്കെ ഇതിന് മണ്ണൊക്കെ ക്ലിയർ ചെയ്ത് ചിലർ ചകിരിച്ചോറിലൊക്കെ റൂട്ടിൽ ഹോർമോണും അതൊക്കെ ഉപയോഗിച്ച് അതൊക്കെ നടാറുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ടല്ലോ ഒന്നും ചീത്തയാക്കാണ്ട് എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആ എടുത്ത ബോട്ടിൽ തന്നെ വീണ്ടും വെക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അങ്ങ് ഇറക്കി വെക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും ഒക്കെ ചീത്തയായി പോകാൻ സാധ്യതയാണ്. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വീണ്ടും ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കാം. ഇതിന്ന് ഈ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് ബുഷിയായിട്ട് വരികയും ചെയ്യും. നമുക്ക് വേറൊരു തൈ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് ചീത്ത ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വേറൊരു പ്ലാന്റായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് പിന്നീട് പിടിപ്പിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം, എപ്പോഴും വെള്ളം ഒഴിക്കാനാണ് വിട്ടു പോകുന്നത്. അതുകൊണ്ട് വെള്ളം കൂടെ ഒഴിക്കുന്നത്. ഇനി ഒരെണ്ണം നടാറുണ്ട്. അത് ഞാൻ പിന്നെ നട്ടോളാം. അതുകൂടെ നടുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആയിപ്പോയി. ഇപ്പോൾ തന്നെ ലെങ്തി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.